അങ്ങനെ പമ്മി 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 നമ്മുടെ അനുമോൾ അനീഷേട്ടൻ്റെ അടുത്ത് പോയി അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് അനീഷാണെങ്കിൽ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനൊരു സംഭവം അനീഷ് അനുമോളുടെ അടുത്ത് പറഞ്ഞതുപോലും അനീഷ് ഓർമ്മയില്ലാത്ത കണക്കാണ് പെരുമാറുന്നത്. പക്ഷേ അനുമോളുടെ മുഖത്ത് ഒരു 32 പല്ലിങ്ങനെ തെളിഞ്ഞു കാണുന്ന കണക്കൊരു ചിരിയുണ്ട്. എന്നുവെച്ചാൽ ബ്ലഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അനുമോൾക്ക് ഒരു നാണവും പിന്നെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം ദയവ് ചെയ്ത് അനുമോൾക്ക് അനീഷിന്റെ അടുത്ത് പ്രണയമാണെന്നല്ല. കാരണം എന്ന് വെച്ചാൽ അനുമോള് വിസിബിളി പറയുന്നുണ്ട്, ആര് വന്ന് തൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുഖത്ത് നോക്കി ഇങ്ങനെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തനിക്ക് ഒരു വലിയ സന്തോഷം തോന്നാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചില ആൾക്കാർ ഇപ്പം ഇതിപ്പോൾ അനുമോള് വിസിബിളി അത് പറഞ്ഞത് കൊണ്ട് ഞാനത് വലിയൊരു കുറ്റമായിട്ട് കാണുന്നില്ല. എങ്കിലും ചില ഗേൾസിന്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അതായത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നു, ഇഷ്ടമാണ് എങ്കിലും അല്ലെങ്കിലും ഈ ഒരു പൊട്ടം കളിപ്പിക്കുന്ന കണക്ക് ആ ഒരു പുരുഷനെ ആ ഒരു മനുഷ്യനെ ചുമ്മാ ഇങ്ങനെ എന്താണ് ഇഷ്ടമാണെന്നും തോന്നിപ്പിക്കും അല്ലെന്നും തോന്നിപ്പിക്കും, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ ഇവിടെ അനുമോള് അങ്ങനെയാണ് കാണിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ അനുമോള് പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരാൾ ഇങ്ങനെ പറയുന്നത് ഇപ്പോഴാണ്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും അനുമോൾക്കുണ്ട്. ആ ഒരു സീൻ കണ്ടപ്പോൾ എനിക്കും തോന്നിയത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ടോ, നമ്മൾ സിനിമയിലൊക്കെ ഒരു എലമെന്റ് കാണത്തില്ലേ, അതുപോലെ. അപ്പോൾ എന്താണ് അനീഷിന്റെ മറുപടി എന്ന് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മുടെ അനുമോള് വന്ന് അനീഷിന്റെ അടുത്തിരുന്നു. അതെ, അങ്ങോട്ടൊന്ന് വരുമോ, അവിടെ വന്നൊന്ന് ഇരിക്കുവോ ഉണ്ട് അനീഷ്. എന്തിനാ വീണ്ടും അനുമോള്, അല്ല ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വരുമോ ചേട്ടാ. അനീഷ്, എനിക്കൊന്നും സംസാരിക്കാനില്ല, എനിക്കൊന്നും കേൾക്കാനില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ അനുമോൾക്ക് എന്ത് ചെയ്യണം അറിയത്തില്ല. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നൂറ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതൊന്നും കണ്ടൊരു മൈൻഡും ഇല്ലാത്തതാണ് നൂറ ഇങ്ങനെ ഇരിപ്പുണ്ട്.